പ്രസംഗം തുടങ്ങിയിട്ടുള്ള അപ്പോഴേക്കന്നെ ബക്കറ്റ് പിരിവാ നടക്കുന്നത്. നോക്കണം നിങ്ങൾ. എന്നിട്ട് ഇവരാ പറയുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും മുജാഹിദ് പറയാറുള്ളതാണ്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നതൊന്ന് കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അള്ളാഹുവിന്റെ ദൈവത്തിന്റെ സമ്മാനമാണ് ഞങ്ങൾ. ആര്? മൂപ്പർ ഉൾപ്പെടെയുള്ള മുജാഹിദ് മൗലവിമാർ. കേട്ടോളൂ അയാൾ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അള്ളാന്റെ സമ്മാനമാണ് KNM, പടച്ചോന്റെ സമ്മാനമാണ് ISM, പടച്ചോന്റെ സമ്മാനമാണ് MSM, പടച്ചോന്റെ സമ്മാനമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഉണ്ടോ? ഞങ്ങൾ നിങ്ങളോട് പൈസ പിരിച്ചോ? ഞങ്ങൾ നിങ്ങളോട് ഫണ്ട് വാങ്ങി ഉണ്ടോ? വെറുതെ ഉണ്ടായോ? പാട്ടപ്പിരിവ് നടത്തിയോ? നടത്തിയിട്ടില്ല, ഫണ്ട് പിരിച്ചിട്ടില്ല, പൈസ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ശുദ്ധഗതിക്കാർ. അതുകൊണ്ട് ഞങ്ങൾ ആരാകുന്നു? ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ സമ്മാനമാകുന്നു. ശരി, നഞ്ഞുണ്ടോന്ന് നമുക്കൊന്ന് നോക്കുക. നമ്മൾ ആദ്യം കാണിക്കുന്നത് വല്ലപ്പുഴയിലെ ബക്കറ്റ് പിരിവാ. കാണിച്ചു കൊടുക്കേ. ഇവിടെ ഈ മൗലവിമാരെ കൊണ്ടുവന്ന് ഇതേ പ്രസംഗം നടത്തിച്ച സ്റ്റേജിൽ സദസ്സിൽ വെച്ചിട്ട് ബക്കറ്റ് പിരിക്കുക. സ്റ്റേജിൽ വെച്ച് മൂപ്പര് പറയാൻ ഞങ്ങൾ ആരെയൊന്നും പിരിക്കുന്നില്ല. എങ്ങനെയുണ്ട് ഇത് മതം? ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യുള്ളൂ, ഞങ്ങൾക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല. കേട്ടോളൂ, കണ്ടോളൂ. കണ്ടില്ലേ ബക്കറ്റ് പിരിവ്? കേട്ടോ, നല്ല പിരിവാ. അതാണ് മുജാഹിദ്. ഇവിടെ വല്ലപ്പുഴയിൽ നടന്നതാ. എന്നിട്ട് പറയാം ഞങ്ങൾ ബക്കറ്റ് പിരിവ് പിരിക്കൂല, ഞങ്ങൾ ആരെയൊന്നും പിരിക്കാറില്ല. എടോ, നിങ്ങളൊക്കെ തലയുടെ ഉള്ളില്, ഞാൻ പറയണില്ല, ഞാൻ സാധാരണ പറയാറുണ്ട്, ഇയാളെ തലന്റെ ഉള്ളിൽ കളിമണ്ണ് മാത്രമല്ല കുപ്പിച്ചില്ലുണ്ടോ എന്നാ എനിക്ക് മനസ്സിലാണ്. ഇതിൽ എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത്? ഇനി നിങ്ങൾക്കറിയോ, വല്ലപ്പുഴയിൽ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു. വല്ലപ്പുഴയിൽ ഒരു അനൗൺസ്, ഞങ്ങൾ ഫണ്ട് വാങ്ങിയിട്ടുണ്ടോ, പിരിച്ചിട്ടുണ്ടോ? അപ്പൊ വല്ലപ്പുഴയിൽ ഒരു അനൗൺസ്, പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുന്നു. അത് ഇവിടെ നടക്കുന്ന പരിപാടിക്ക് വേണ്ടിയല്ല, വല്ലപ്പുഴയിൽ ഉണ്ടാക്കുന്ന സലഫി മസ്ജിദിന്റെ പിരിവിന് വേണ്ടിയാണ്. അനൗൺസ് കേട്ടോളൂ, നല്ല ശ്രദ്ധിച്ചോളൂ. വല്ലപ്പുഴ സലഫി മസ്ജിദിന്റെ സ്ഥലമെടുപ്പ് ആവശ്യാർത്ഥം നിങ്ങളെ സമീപിക്കുന്ന കുട്ടികളുമായി സഹകരിക്കുക. അവർ നിങ്ങളെ സമീപിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, വല്ലപ്പുഴയിൽ സ്ഥാപിക്കാനിരിക്കുന്ന സലഫി മസ്ജിദിന്റെ സ്ഥലമെടുപ്പ് ആവശ്യാർത്ഥമാണ്. ആ രൂപത്തിൽ അതിനെ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എങ്ങനെയുണ്ട്? അപ്പൊ അഭ്യർത്ഥന മനസ്സിലായോ? വല്ലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സലഫി മസ്ജിദിന്റെ സ്ഥലം വാങ്ങാൻ വേണ്ടിയുള്ള ഫണ്ടിന് വേണ്ടിയാണ് പ്രവർത്തകരെ നിങ്ങളെ സമീപിക്കുന്നത്. ആ ഗൗരവത്തിൽ തന്നെ കാണണം എന്ന് പറഞ്ഞാൽ കനത്ത സംഭാവന നൽകണം. അതാ അതിന്റെ ഉദ്ദേശം. മറ്റേ മൂപ്പര് പറഞ്ഞ എന്താ? ഞങ്ങൾ നിങ്ങളെ പാട്ടപ്പിരിവ് നടത്തിയോ, ഞങ്ങൾ ഫണ്ട് പിരിച്ചോ, ഞങ്ങൾ മറ്റു പിരിവ് പിരിച്ചോ? ഇല്ലേ, ഇല്ല, ഞങ്ങൾ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എന്താ അത്? നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ വെച്ച് എന്നിട്ട് മറ്റേ മതം മാറിയ മൗലവി പറയാ ഇതിന്റെ പേരിൽ കീശ വീർപ്പിക്കണില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായത് മുജാഹിദായത്. ചങ്ങാതിമാര്, ഇത് കേൾക്കുന്നത് മുഴുവനും മുജാഹിദല്ല, അല്ലാത്ത മനുഷ്യന്മാരും കേൾക്കുന്നു. നിങ്ങൾ ചിന്തിക്കട്ടെ. ഒക്കെ ഇരിക്കുന്ന മുജാഹിദുകൾ മാത്രമാണ് പിന്നെ അവർക്ക് എന്തും പറയാ. ഇതങ്ങനെയല്ലല്ലോ. നാം ചിന്തിക്കണം സഹോദരന്മാരെ. എന്നാൽ ഞങ്ങൾ ആർക്കും സ്വർഗം വാഗ്ദത്തം ചെയ്തിട്ട് സംഭാവന വാങ്ങാറില്ല. അതുകൊണ്ട് അതാണല്ലോ നേരത്തെ മതം മാറിയ ആള് വലിയ കാര്യത്തിൽ പറഞ്ഞത്. എന്നാ ഞാൻ അതെന്നെ കേൾപ്പിച്ചു തരാം. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, ക്ലാസ് ആണ്, ഈ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ നല്ല സംഭാവന നൽകണം, കനത്ത സംഭാവന നൽകണം. കാശ് പെണ്ണുങ്ങൾ ക്ലാസ് അല്ലേ എന്ന് കരുതി സംഭാവന കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളെ കഴുത്തിലുള്ള ആഭരണം, മറ്റേ കരയിലുള്ള അരഞ്ഞാണം എല്ലാം ആഭരണമാണ്, എല്ലാം കാശാണ്, എല്ലാം സമ്പത്ത് കൊടുക്കണം. നിങ്ങൾക്ക് സ്വർഗം വേണോ, സ്വർണം വേണോ? സ്വർഗം വേണോ, സ്വർണം വേണോ? സ്വർണം വേണോ, സ്വർഗം വേണോ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഞങ്ങൾ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാ കേട്ടോളൂ, ഞാൻ പറയല്ല, അയാളെന്നെ പറയിപ്പിച്ചേരാ. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ, സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ, സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ, സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്നിട്ട്
സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക, എന്നിട്ട് സംഭാവന നൽകുക. നമ്മൾ ഏതെങ്കിലും പിരിവിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു ആഭരണം തന്നാ സ്വർഗം തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മൂപ്പര് സ്വർഗം തന്നെയാണ് കൊടുക്കുകയാണ്. പിന്നെന്താ എടോ, ഇതിലും വലിയ കീശ വീർപ്പിക്കുന്ന പരിപാടി എന്താണിത്? എന്നിട്ട് അതിന്റെ പേരിൽ മുജാഹിദായി തന്നെ നിങ്ങൾ ആ മൗലവിക്ക് ഇതൊന്നും എത്തിച്ചു കൊടുക്കണം. അയാൾ അതിന്റെ പേരിൽ മുജാഹിദായെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരാൻ സമയമായിട്ടുണ്ട് എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇതൊക്കെ എന്ത് ന്യായമാണ്? ഇനി കഴിഞ്ഞില്ല, മൂപ്പരന്നെ പറയുന്നു ഈ സ്വർണ്ണാഭരണമുള്ള വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവര് ബക്കറ്റിൽ ഇടണ്ട, അത് ഞാനുമായി ബന്ധപ്പെട്ടാൽ മതി. പോക്കറ്റ് വീർപ്പിക്കുന്നത് കണ്ടോ? കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. ബാലുശ്ശേരി പറയട്ടെ, വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഞാനുമായി അഡ്രസ് വാങ്ങി മൂപ്പര അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ എന്തിനാണ്? മൂപ്പരുടെ കീശ വീർപ്പിക്കാൻ അത് ഉള്ളത് കൊണ്ടാണ് സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് പോയത് എന്നാ പറഞ്ഞത്. എന്നാൽ ഇതിലും വലിയ കീശ വീർപ്പിക്കലാണ്. മുജാഹിദ് മൗലവി പറഞ്ഞതിലേറെ വലിയ കീശ വീർപ്പിക്കലാണ്. സ്വർഗം കൊണ്ട് കീശ വീർപ്പിക്കലാണ് മുജാഹിദ് പാളയത്തിൽ ഉള്ളത് എന്ന് മൗലവിമാര് ചിന്തിക്കണം. ഇവിടെ പ്രസംഗിച്ചവരും ചിന്തിക്കണം. കഥയില്ലാതെ ആടരുത് എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ മൂപ്പര് മുജാഹിദാവുള്ള കാരണം ഒന്നുകൂടി മൂപ്പര് പറഞ്ഞിട്ട് അതുകൂടി പറയാം. എന്താ മൂപ്പര് മുജാഹിദാവുള്ള വേറൊരു കാരണം, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് തെളിവില്ല. അതുകൊണ്ടാണ് മൂപ്പര് പിന്നൊന്ന് മുജാഹിദാവുള്ള കാരണം. മൂപ്പരെന്നെ പറഞ്ഞു ഇനി അലവി സഖാഫി ഇവിടെ വരും. എങ്ങനെ ഇപ്പൊ അറിഞ്ഞു എന്നാവും? നോട്ടീസ് പുറത്തിറക്കിയതോ? അലവി സഖാഫി ഇവിടെ വരും. അലവി സഖാഫി വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റബീഉൽ അവ്വൽ 12-നാണെന്ന് തെളിവില്ലാതാകുന്നു. മൂപ്പരക്കന്നെ ഒരു പേടി, ഞാനത് പറയുമോ എന്ന്. കേട്ടോളെ, മൂപ്പരന്ന് പറയുന്നത് കേട്ടോളി, ഞാൻ വെച്ചുതരാം. പ്രിയപ്പെട്ട പ്രവാചകൻ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണെന്ന് തർക്കമില്ല. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, എസ്എസ്എഫിന്റെ എസ്കെഎസ്വൈഎസിന്റെ പ്രവർത്തകന്മാർ അലവി സഖാഫിയെ കൊണ്ടുവരുമ്പോ, നിങ്ങളുടെ പണ്ഡിതന്മാരെ കൊണ്ടുവരുമ്പോ നിങ്ങൾ അന്വേഷിക്കണം, പഠിക്കണം. മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് ജനിച്ചത് എന്നതിന് പ്രമാണമായിരിക്കുന്ന രേഖ കാണാൻ കഴിയില്ല. കണ്ടോ, 12-നാണ് ജനിച്ചത് എന്നതിന് പ്രാമാണികമായി യാതൊരു തെളിവുമില്ല. മതം മാറിയ ആളാ. അതുകൊണ്ടാണ് മൂപ്പര് അതിന്റെ പേരിൽ നമ്മൾ 12-ന് ആഘോഷിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ എന്തായത് മൂപ്പര് മുജാഹിദായത്. ശരി, അത് മൂപ്പർക്ക് എവിടുന്ന് കിട്ടിയതാ? മുജാഹിദിന്റെ മൗലവിമാർ, വലിയ മൗലവി ഉണ്ടല്ലോ ബാലുശ്ശേരിയുടെ വലിയ 1.5 മീറ്റർ നീളമുള്ള നാക്കുണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടിയതാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ. ബാലുശ്ശേരിയും ഇത് തന്നെ പറയുന്നുണ്ട്. വെച്ചുകൊടുക്കെ. നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? അത് റബീഉൽ അവ്വൽ 12-നല്ല. എന്നാ ഇതിന് മറുപടി ഞാൻ പറയണ്ട. മുജാഹിദ് പാളയത്തിലെ വലിയ മൗലവി, ഇവിടെ സമാപന പ്രസംഗം നടത്തിയ മൗലവി ഉണ്ടല്ലോ, ഞാൻ കാര്യമായിട്ട് അയാളെ പ്രസംഗം കേട്ടത് എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ മൂപ്പരാകെ ചെയ്തത് എന്താ? ഇവരുടെ പാത്രത്തിൽ മുസ്ലിയുടെ നബാത്തിയ ഖുതുബന്റെ റബീഉൽ അവ്വൽ മാസത്തിലുള്ള 1ഉം 2ഉം ഖുതുബകൾ അങ്ങനെ പരിഭാഷപ്പെടുത്തി ജനങ്ങൾക്ക് നല്ല വഴന്ന് പറഞ്ഞു കൊടുത്തു. വേറെ ഒന്നും പറയാനില്ല. എന്താ ഈ പടുജാഹിദികളെ മുമ്പിൽ വെച്ച് മൂപ്പർ എന്ത് പറയാനാ? അയാൾ ആകെ ചെയ്തത് ആ അനസ് മൗലവി അയാൾ പറയുന്നത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അതാ മറ്റേ മൂപ്പര് മതം മാറാനുള്ള കാരണം എന്താ? റബീഉൽ അവ്വൽ 12-നാണെന്ന് തെളിവില്ലാത്തതുകൊണ്ടാ മൂപ്പര് മതം മാറിയത്. മതം മാറി ഉള്ളിൽ പോയ മൂപ്പര് പറയാ അങ്ങനൊന്നുമല്ല, റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. അപ്പോഴോ ഇതിന്റെ പേരിൽ വെച്ച് മുജാഹിദാവണോ? വേഗം രാജിവെച്ച് രാജ്യൊന്നും മകനാണ് പോന്നാ മതി. അതിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, എന്ത് വിദ്യ, എന്താണ് ഇവർ ഈ പറയുന്നത്? തെളിവുണ്ടോ ഇല്ലേ? ഇതാ ചരിത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിക്കോളൂ. കിതാബിലുള്ളത് മൂടി വെക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം റബീഉൽ അവ്വൽ 12-നാണ്. എന്നിട്ട് അതിന് ന്യായം പറയുകയാണ്, വഅലൈഹി അമലു അഹ്ലി മക്ക. മക്കയിലാണല്ലോ റസൂല് ജനിച്ചത്. മക്കക്കാരായ ആളുകൾ ചെയ്യുന്നത് റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. എങ്ങനെയാണ്? ഫീ സിയാറത്തിഹിം മൗളിയ മൗലിദിഹി ഫീ ഹാദൽ വഖ്തി. റസൂലുള്ളാഹി ജനിച്ച റബീഉൽ അവ്വൽ 12 സുബ്ഹിയോട് അടുത്ത സമയത്ത് മക്കക്കാരായ ആളുകൾ മുഴുവനും റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചു പിറന്നു വീണ ആ സ്ഥലം അവർ സന്ദർശിക്കുന്നു.
ഇതെന്നാ റബീഉൽ അവ്വൽ 12-ന്. ഇതാരാ ചെയ്യണത്? മക്കക്കാരായ ആളുകളാകുന്നു. മക്കയിലുള്ളല്ലേ, മക്കക്കാർക്കല്ലേ അവിടെ നടന്നത് അറിയാ. അത് റബീഉൽ അവ്വൽ 12-നാകുന്നു. അപ്പൊ തെളിവില്ല എന്ന് പറയണ്ട, തെളിവും പ്രമാണം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകം ഇത് ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.